ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ 7 ഡേയ്സ് ഡയറ്റ് സീരീസിലെ ഡേ 2 ആണ്. ഡേ 1 നമ്മൾ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് സബ്സ്ക്രൈബേഴ്സ് തൈറോയിഡ് ഡയറ്റ് ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ സീരീസിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ചിയ വാട്ടർ കുടിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് 2 ബോയിൽഡ് എഗ് 140 കാലറി, ഹാഫ് ആപ്പിൾ അപ്രോക്സിമേറ്റ്ലി 50 കാലറി, ഒരു ഓട്സ് അട, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കിയത് 200 കാലറി, കൂടെ ഡിപ്പായിട്ട് ഹമൂസുമാണ് 150 കാലറി അടങ്ങിയിട്ടുള്ളതുമാണ്. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഹമൂസിൻ്റെയും ഓട്സ് അടയുടെയും റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഒന്നുകിൽ ഓട്സ് റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സോക്ക് ചെയ്തോ കഴിക്കാവുന്നതാണ്. നമ്മുടെ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം സ്മോൾ ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒനിയൻ, കുറച്ച് വേവിച്ച ഗ്രീൻ പീസ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനൊപ്പം മിക്സ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ തൂക്കി കൊടുത്ത് നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഓട്സ് അടയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പായിട്ടുള്ള ഹമൂസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വേവിച്ച വെള്ളക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വൈറ്റ് സെസമി സീഡ്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 4 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂണിൽ കൂടാൻ പാടില്ല, കാരണം നമ്മുടെ കാലറി കൂടും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഹാഫ് ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ യോഗർട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ഹമൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ബാലൻസ് വന്ന ഹമൂസ് നിങ്ങൾക്ക് ഇതേപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 1-2 ദിവസം സൂക്ഷിക്കാവുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ഒരു ഹെൽത്തി ബാലൻസ്ഡ് പ്ലേറ്റ് തന്നെയായിരുന്നു. പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ഫാറ്റ്സും എല്ലാം കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് കൂടിയായിരുന്നു. ഇതേപോലെ കഴിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടിരിക്കാനും ഒപ്പം അൺനെസസറി ക്രേവിങ്സ് കുറയ്ക്കുകയും ചെയ്യുന്നതുമാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഹാഫ് പോർഷൻ മട്ട റൈസ് 150 കാലറി, കുറച്ച് ചീരത്തോരൻ 100 കാലറി അടങ്ങിയിട്ടുള്ളത്, ഫിഷ് കറി 1 പീസ് ഫിഷും കുറച്ച് കറിയും 120 കാലറി, കുറച്ചേറെ പരിപ്പ് കറി 120 കാലറിയുമാണ്. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് കുക്കറിൽ 1/2 കപ്പ് തൂർ ദാലും സെയിം അളവിൽ തന്നെ 1/2 കപ്പ് റെഡ് മസൂർ ദാലും 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഓനിയനും 1 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എരിവിനാവശ്യമായ പച്ചമുളകും അല്പം ഫ്ലേവറിനാവശ്യമായ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് നെയ്യും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പും മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ പരിപ്പ് കറിക്ക് പെട്ടെന്ന് ഒരു തട്ക തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളിയും 2 വറ്റൽമുളകും അല്പം കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തയ്യാറാക്കിയ തട്ക മസാല നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒരു സിമ്പിൾ ന്യൂട്രീഷ്യസ് കാർബ്സ് പ്രോട്ടീനും ഫൈബറും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. ഇതുപോലെ ട്രഡീഷണൽ ഫുഡ് കറക്റ്റ് പോർഷനിൽ കഴിച്ചാൽ ഡയറ്റ് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടീ 0 to 5 കാലറി അടങ്ങിയിട്ടുള്ളത്, കുറച്ച് ആമണ്ട്സ് 70 കാലറി, 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്സ് 50 കാലറിയുമാണ്. സ്നാക്ക് ടൈമിൽ ഫ്രൈഡ് ഐറ്റം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പകരമായിട്ട് നട്ട്സ് പോലെ ഹെൽത്തി ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് റോസ്റ്റഡ് കടല, മക്കാന, സ്മൂത്തിയൊക്കെ വിത്തൗട്ട് ഷുഗറും കഴിക്കാവുന്നതാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് 260 കാലറി അടങ്ങിയിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ റൈസ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 60 ഗ്രാം ഓഫ് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഡയറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനൊപ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി സമയമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ പാൻ ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് ബോയിൽഡ് റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പോർഷനിൽ മാത്രം മതി. അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഡിന്നർ എപ്പോഴും ലൈറ്റ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിച്ചാൽ മസിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒപ്പം വെയിറ്റ് ലോസ് ജേണി ഈസി ആക്കാനും പറ്റുന്നതുമാണ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് സാലഡ്സും കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ഡേ 2 ഡയറ്റ് പ്ലാന് അപ്രോക്സിമേറ്റ്ലി 1400 കാലറി അടങ്ങിയിട്ടുള്ളതായിരുന്നു. ഒരു സിമ്പിൾ ഹെൽത്തി സസ്റ്റൈനബിൾ ആയ റൂട്ടീൻ കൂടിയാണ്. നിങ്ങൾ ഇതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും ഒപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ചെറിയ എക്സസൈസ് ചെയ്യുകയും പ്രോപ്പറായിട്ട് ഉറങ്ങുകയും ഒപ്പം മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്താൽ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.